നമസ്കാരം. നടൻ ജാഫർ ഇടുക്കിക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി. മുകേഷ്, ജയസൂര്യ അടക്കം 7 പേർക്കെതിരെ ബലാത്സംഗ കുറ്റം ആരോപിച്ച് പരാതി നൽകിയ നടി തന്നെയാണ് ജാഫർ ഇടുക്കിക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് നടി DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകിയത്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ജാഫർ ഇടുക്കി മോശമായി പെരുമാറിയെന്നാണ് പരാതി. ഭയന്നാണ് പരാതി നൽകാതിരുന്നതെന്നും പുറത്തു പറഞ്ഞാൽ ചിത്രീകരിച്ച സിനിമാ രംഗങ്ങൾ ഒഴിവാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി താരം ആരോപിച്ചു. ഇന്ന് നടൻ ബാലചന്ദ്ര മേനോനെതിരെയും നടി DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകിയിരുന്നു. ജാഫർ ഇടുക്കിയും മുറിയിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് നടിയുടെ ആരോപണം. ബാലചന്ദ്ര മേനോനും ജാഫർ ഇടുക്കിയും ലൈംഗിക അതിക്രമം നടത്തിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖങ്ങളിലൂടെ നടി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ഇതിനെതിരെ ബാലചന്ദ്ര മേനോൻ DGPക്ക് പരാതി നൽകി. നേരത്തെ 2012 ലണ്ടനിൽ നടന്ന ഒരു സ്റ്റേജ് ഷോയ്ക്കിടെ സ്പോൺസർമാരിൽ ഒരാൾക്കും അന്തരിച്ച നടൻ കലാഭവൻ മണിക്കും തന്നെ കാഴ്ചവെക്കാൻ ജാഫർ ഇടുക്കി ശ്രമിച്ചെന്നും നടി ആരോപിച്ചിരുന്നു. അതേസമയം തനിക്കെതിരായ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബാലചന്ദ്ര മേനോൻ പ്രതികരിച്ചിരുന്നു. ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിളിച്ചു വരുത്തുകയും ശേഷം ഹോട്ടലിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നുമാണ് പരാതിയിലുള്ളത്. ഭയം കാരണമാണ് ഇത്രയും നാൾ പറയാതിരുന്നതെന്ന് നടി പറയുന്നു. മുകേഷ് അടക്കം 7 പേർക്കെതിരെ പരാതി നൽകിയിട്ടുള്ള നടിയാണ് ഇപ്പോൾ ബാലചന്ദ്ര മേനോനെതിരെയും ജാഫർ ഇടുക്കിക്കെതിരെയും പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ദുബായിൽ ജോലി ചെയ്തിരുന്ന തന്നെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയായിരുന്നു. അമ്മയ്ക്കൊപ്പമാണ് ലൊക്കേഷനിലെത്തിയത്. തിരുവനന്തപുരത്തെത്തി സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹോട്ടലിൽ തങ്ങി. അന്ന് ബാലചന്ദ്ര മേനോന്റെ ജന്മദിന പാർട്ടിയായിരുന്നു. ഇതിനുശേഷം കഥ പറയാൻ മുറിയിലേക്ക് വിളിച്ചു. മുറിയിലെത്തുമ്പോൾ ഒരു പെൺകുട്ടിയെ വിവസ്ത്രയാക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. ഇതോടെ താൻ ദേഷ്യപ്പെട്ട് തൻ്റെ മുറിയിലേക്ക് പോയി. പിറ്റേന്ന് രാത്രി ബാലചന്ദ്ര മേനോൻ മുറിയിലേക്ക് വിളിച്ചു. ചെല്ലുമ്പോൾ 3 സ്ത്രീകളും മറ്റു പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ശ്രമമുണ്ടായി. പിറ്റേന്ന് മുറിയിലെത്തിയ ബാലചന്ദ്ര മേനോൻ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. ഒരു വിധത്തിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതെന്നും പരാതിയിൽ പറയുന്നു. ഇതേ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ജയസൂര്യക്കെതിരെയും ഇവർ പരാതി നൽകിയിരുന്നു. 2007 ജനുവരിയിൽ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഗ്രൂപ്പ് സെക്സിന് നിർബന്ധിച്ചു. ഹോട്ടൽ മുറിയിൽ കയറി വന്ന് ലൈംഗിക അതിക്രമം നടത്തിയെന്നും പരാതിയിലുണ്ട്. പുറത്തു പറഞ്ഞാൽ ചിത്രീകരിച്ച സിനിമാ രംഗങ്ങൾ ഒഴിവാക്കുമെന്നും ഭീഷണിപ്പെടുത്തി. നേരത്തെ ആലുവ സ്വദേശിയായ ഈ നടിയും അഭിഭാഷകനും ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന് ആരോപിച്ച് ബാലചന്ദ്ര മേനോൻ സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. അഭിഭാഷകൻ ബ്ലാക്ക്മെയിൽ ചെയ്തെന്നാണ് പരാതി. 3 ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു ഫോണിലൂടെയുള്ള ഭീഷണി. അടുത്ത ദിവസം നടി സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യം സൂചിപ്പിച്ച് പോസ്റ്റ് ഇട്ടതായി പരാതിയിൽ പറയുന്നു. ആലുവ സ്വദേശിയായിട്ടുള്ള നടിയും ഇവരുടെ അഭിഭാഷകനുമാണ് പണം ലക്ഷ്യമിട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിൽ ബാലചന്ദ്ര മേനോൻ പറയുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 13-ാം തീയതി തനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. അഡ്വക്കേറ്റ് സന്ദീപ് എന്നാണ് പരിചയപ്പെടുത്തിയത്. 3 ലൈംഗിക പീഡന കേസുകൾ താങ്കൾക്കെതിരെ വരുമെന്നൊരു മുന്നറിയിപ്പ് നൽകി. ആ ഫോൺ കോൾ അപ്പോൾ തന്നെ കട്ട് ചെയ്തു. എന്നാൽ അടുത്ത ദിവസം തന്നെ ഈ നടി, അതായത് മുകേഷിനും മണിയൻപിള്ള രാജുവിനും എതിരെ പരാതി പറഞ്ഞിട്ടുള്ള നടി സമൂഹ മാധ്യമത്തിൽ തൻ്റെ അടക്കം ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് ലൈംഗിക ആരോപണങ്ങൾ സൂചിപ്പിക്കുന്ന ചില പോസ്റ്റുകളും ഇട്ടു.